ഹലോ, വെൽക്കം ടു മാരിയ ക്ലാസ്സസ്. തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള റെയിൻ ബസേരേമേം ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഓൾറെഡി പാർട്ട് 1, പാർട്ട് 2 വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് അതിന്റെ എക്സസൈസ് ഒന്ന് വേഗത്തിൽ നോക്കിപ്പോകാം. ഗതിവിദ്യ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. നമ്മളിപ്പോ പാഠം വായിച്ചതിന്റെ ബേസിൽ ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെ സെന്റൻസുകളാണ് കറക്റ്റ് ആയി തന്നിട്ടുള്ളതെന്ന് നോക്കാം. അമൃതലാൽ വേഗഡിനെ നർമ്മദ കെ കിനാരെ പദയാത്ര കി. ശരിയായ കാര്യമാണല്ലേ. ബാരിഷ് ഹോനെ സെ യാത്രിയോं को പഥോഡ ഗാവ് മേ ഹി രുക്ന പട. മഴയുടെ കാരണം കൊണ്ട് അവർക്ക് രാത്രി പഥോഡ ഗാവിൽ നിൽക്കേണ്ടി വന്നു. ശരിയാണ്. ലേഖക് और സഹായക് മന്ദിർ की छत पर सो गए. അമ്പലത്തിന്റെ ടെറസിലായിരുന്നോ അവര് ഉറങ്ങിയിരുന്നത്? അല്ല, തെറ്റാണ്. ചോട്ടുനെ ഗാവ് വാലോം കെ ലിയെ ഖാന പകായ. ഗ്രാമത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയാണ് ചോട്ടു ഭക്ഷണം പാകം ചെയ്തത്. അത് തെറ്റാണ്. നീന്ത് ഖുൽത്തെ ഹി ലേഖകനെ ഏക് സ്ത്രീ കോ അപ്നെ പാസ് ബൈഠേ ദേഖ. അവരുടെ അടുത്ത് ഒരു സ്ത്രീയെയും അവർ കണ്ടിട്ടില്ല. അതും റോങ് ആയ സെന്റൻസ് ആണ്. പാഗൽ ആദ്മീനെ ചാബൂക് സെ യാത്രികോं को മാരാ. ചാബൂക് സെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അടിക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതും റോങ് ആണ്. പാഗൽ ആദ്മിനെ പിട്ടു സെ കിതാബെ നികാൽക്കർ ഫേക് ദി. പാഗൽ ആദ്മി ബാഗിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വലിച്ചെറിഞ്ഞിരുന്നോ? ഇല്ല, പുസ്തകങ്ങൾ എടുത്ത് വലിച്ചെറിഞ്ഞിരുന്നില്ല. പാഗൽ ആദ്മി ലേഖക് കെ പേർ ദബാത്ത രഹ. അദ്ദേഹത്തിന്റെ കാലുകൾ തടവിക്കൊടുത്തു. അത് കറക്റ്റ് ആണ്. ലേഖക് കെ ഹാത്ത് മേ 20 പൈസേ കാ സിക്ക രഖർ പാഗൽ ആദ്മി ചലാ ഗയാ. ലേഖകന്റെ കയ്യിൽ 20 പൈസയുടെ ഒരു നാണയം കൊടുത്തിട്ട് ആ ഭ്രാന്തനായ വ്യക്തി അവിടെ നിന്ന് പോയി. ശരിയാണ്. പാഗൽ ആദ്മി ചോട്ടു കോ ബി സാത്ത് ലേ ഗയാ. പാഗൽ ആദ്മി ചോട്ടുവിനെയും കൂട്ടിയാണോ പോയത്? നോ, ദിസ് ഇസ് റോങ്. छात्रों की विशेषताएं पहचाने. इस यात्रावृत्त के प्रसंग में कौन कौन आपके सामने आते हैं? उनकी विशेषताएं क्या क्या है? तालिका में लिखे. ഈ കഥയിൽ നമ്മൾ കണ്ട കഥാപാത്രങ്ങളും അവരുടെ പങ്ക് അല്ലെങ്കിൽ അവർ എങ്ങനെയുള്ള ആളുകളായിരുന്നു എന്നും ഇവിടെ ഈ ഒരു കോളത്തിൽ ഫില്ല് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചാപ്റ്റർ വായിച്ച് ഏതൊക്കെ കഥാപാത്രങ്ങളാണോ വന്നത് അവരെ പറ്റിയുള്ള ഒരു വിശേഷണം എഴുതണം. നമുക്കൊന്ന് നോക്കാം. ആദ്യമായി അമൃത്ലാൽ വേഗഡ്, അത് നമ്മുടെ ലേഖകനാണ്. നർമ്മദ യാത്ര കർണേവാലെ യാത്രി ഓർ കഥാവാചക് അല്ലെങ്കിൽ കഥാകാർ. അദ്ദേഹം ഒരു പ്രകൃതി പ്രേമി ആയിരുന്നു. അതുപോലെ തന്നെ സംവേദൻശീൽ, വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള ചോട്ടു. ലേഖക സഹയാത്രി മെഹനത്തി, അദ്ദേഹം ഒരു കഠിനാധ്വാനിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ലേഖകന് വേണ്ടി അദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരുന്നത്. സഹയോഗി, സഹായിയായിട്ട് കൂടെ തന്നെ പോകുന്ന ആളായിരുന്നു. ഇനി അടുത്തത് മാനസിക് രൂപ് സെ അസ്വസ്ഥ വ്യക്തി, ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ അവര് രാത്രി കണ്ടുമുട്ടിയല്ലേ. മന്ദിർ മേ മിൽനെ വാല വ്യക്തി, ആ ആളിനെ അമ്പലത്തിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടിയത്. പെഹലെ ക്രോധിത് ഓർ ആക്രാമക്, ആദ്യം കോപിക്കുന്നതും അല്ലെങ്കിൽ അക്രമാസക്തനുമായിട്ടുള്ള ആളായിരുന്നു. ബാദ് മേ വിനമ്ര, പിന്നീടൊരു വിനയമുള്ള ആളായി മാറി. ഗാവ് കാ യുവക്, ലാസ്റ്റ് ആയിട്ട് വന്ന ആ മാനസിക രോഗമുള്ള ആളുടെ മകൻ. അഗ്ലേ ദിൻ ലേഖക് സെ ബാത്ചീത് കർണേ വാല, അദ്ദേഹം ഒരു സഹായം, അവിടെ എല്ലാരെയും സഹായമൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. അതുപോലെ ജിമ്മദാർ, കടമബോധമുള്ള ഒരാളാണ്. ഈ വാക്കുകൾ തന്നെ നിങ്ങൾ എഴുതണം എന്നില്ല. നിങ്ങൾക്ക് ബുക്കിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കൃത്യമായിട്ടുള്ള വാക്കുകൾ ചേർത്ത് ഈ ടേബിള് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. अर्थ ढूंढे. यात्रावृत्त में इन मुहावरों का प्रयोग कहाँ हुआ है? वहां प्रत्येक मुहावरे का क्या अर्थ मिलता है? ഇവിടെ കുറച്ച് മുഹാവറേസ് തന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ ഇത് ചാപ്റ്ററിലൊക്കെ എവിടെയായിരുന്നു ഉപയോഗിച്ചത്, അവിടെ ഏത് സാഹചര്യത്തിലായിരുന്നു ഉപയോഗിച്ചതെന്നും മനസ്സിലാക്കണം. ആദ്യത്തെ ഓൽ ജലൂൽ ബക്ന,
ഊൽ ജലൂൽ ബക്ന എന്ന് പറഞ്ഞ ബേക്കാർ കി യാ ബേ മത്ലബ് കി ബാത്തേം കർണ, അനാവശ്യമായിട്ട് സംസാരിക്കുക, ആവശ്യമില്ലാത്ത എന്തെങ്കിലും മണ്ടത്തരം വിഡ്ഢിത്തമൊക്കെ സംസാരിക്കുക, അതിനാണ് ഉൽ ജലൂൽ ബക്ന എന്ന് പറയുന്നത്. ഇവിടെ ചാപ്റ്ററിൽ ഏത് സന്ദർഭത്തിലായിരുന്നു അത് വന്നത്? जब पागल व्यक्ति मंदिर में आकर बिना किसी मतलब के बेकार की बातें करने लगा. മാനസിക രോഗമുള്ള ആള് അമ്പലത്തിൽ വന്ന് ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ വാക്ക് ചാപ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തത് ബേസിർ പേർക്ക സവാൽ കർണ എന്ന് പറഞ്ഞാൽ ബിനാ കിസി ആധാർ തർക്കിയ മത്ലബ് കെ പ്രശ്ന പൂച്ഛന, ഒരു അർത്ഥവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതിനാണ് അങ്ങനെ പറയുക. ഇത് ചാപ്റ്ററിൽ ഏത് സന്ദർഭത്തിലായിരുന്നു വന്നത്? जब वह व्यक्ति खुद को नकली सीआईडी इंस्पेक्टर बताकर अजीब और बिना मतलब के सवाल पूछने लगा. ഞാനൊരു CID ഇൻസ്പെക്ടർ ആണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഇവരടുത്ത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച ആ സന്ദർഭത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ധൗൻ സെഹന. ധൗൻ സെഹന എന്ന് പറഞ്ഞാൽ കിസിക്ക് അനുജിത് ധംകി റൗ യാ അകഡ് കോ ചുപ് ചാപ് ബർദാശ്ത് കർണ എന്ന് പറഞ്ഞ വേറൊരാള് വളരെ മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ അതിനെ സഹിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ധൗൻ സെഹന എന്ന് പറയുന്നത്. जब लेखक और छोटू डर के मारे असहाय होकर चुपचाप उस पागल व्यक्ति की धमकियां और रौब सह रहे थे. ലേഖകനും ചോട്ടും ആ ഒരു വ്യക്തിയുടെ എല്ലാ മോശമായ പെരുമാറ്റങ്ങളും സഹിച്ച് അവിടെ ഇരുന്ന ആ സിറ്റുവേഷനിലാണ് ഇത് യൂസ് ചെയ്തത്. അവസാനമായിട്ട് ഗുത്തി സുലജ്ന. ഗുത്തി സുലജ്ന എന്ന് പറഞ്ഞ കിസി ഉൽജൽ യാ രഹസ്യക സമാധാൻ മിൽ ജാന. ഇതിന്റെയൊക്കെ ചുരുളഴിയുക എന്നൊക്കെ പറയൂലേ, അതായത് കാര്യം മനസ്സിലായി വരിക, അതിന്റെ സൊല്യൂഷൻ ഒക്കെ കണ്ടുപിടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, ചുരുളഴിയുക, അതാണ് ഗുത്തി സുലജ്ന. जब लेखक को समझ आ गया कि किताबों को देखकर ही उस व्यक्ति का गुस्सा शांत हुआ था और उनकी उलझल दूर हो गई. പെട്ടെന്ന് പുസ്തകങ്ങൾ കണ്ടപ്പോ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം മാറിപ്പോയപ്പോ ലേഖകന് ഏകദേശം കാര്യത്തിന്റെ കിടപ്പ് പിടികിട്ടി. ആ സന്ദർഭത്തിലാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. വിശേഷൻ ശബ്ദവും കോ പേജാനെ. അപ്പൊ നിങ്ങൾക്ക് വിശേഷൻ ശബ്ദം എന്താണെന്ന് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിസ്ക്രൈബിംഗ് വേർഡ്, ഒരു കാര്യത്തിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് വിശേഷൻ ശബ്ദം. യാത്രാവൃത്ത് में विशेषण शब्द युक्त वाक्यों का बहुत प्रयोग हुआ है. ഈ ചാപ്റ്ററിൽ പല സ്ഥലത്തായിട്ട് വിശേഷൻ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. ऐसे वाक्य चुनकर लिखे और विशेषण शब्दों को रेखांकित करें. ആ വാക്കുകളിൽ വിശേഷൻ ശബ്ദം അണ്ടർലൈൻ ചെയ്യണം. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മുझे जो सम्मान मिला वह അപൂർവത. എനിക്ക് കിട്ടിയ സമ്മാനം അപൂർവമായിരുന്നു. അപൂർവമായ ഒരു സമ്മാനം കിട്ടി, എന്നിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തബി എക് വിചിത്ര ഘടന ഘടി. വിചിത്രമായ ഒരു സംഭവം സംഭവിച്ചു. ആ വിചിത്ര എന്നുള്ളത് ഒരു വിശേഷനാണ്. അതുപോലെ ചാപ്റ്ററിൽ നിന്ന് എടുത്തെഴുതാനാ പറയുന്നത്. കുറേ വാക്കുകളുണ്ട്. നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഫർഷ് പർ ബിച്ചാനെ കെ ലിയെ എക് ബഹുത് ബഡി ദരി ദി. അവിടെ വിരിക്കാൻ വേണ്ടി വളരെ വലിയൊരു വിരിയാണ്, അല്ലെ വലിയൊരു പായയാണ് തന്നത്. ബഹുത് ബഡി അതിന്റെ വിശേഷൻ ശബ്ദമാണ്. निरीह से देखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया എന്ന് പറഞ്ഞ നിരുപദ്രവകാരിയായിട്ട് പാവമായി തോന്നുന്ന ഈ ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ ഉഗ്രരൂപം കൈവരിച്ചു. ആ രൂപത്തിനെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്, വിഗ്രാൽ രൂപ്. വേ സിമട്കർ ഘനെ കാലെ മേഘോ മേ പരിവർത്തൻ ഹോ രഹേ ഥേ. ആകാശത്തുള്ള ചെറിയ ചെറിയ മേഘങ്ങള് ഘനെ കാലെ മേഘോമേ പരിവർത്തിത് ഹോ രഹേ ഥേ എന്ന് പറഞ്ഞാൽ ഘനെ കാലെ ഇതൊരു വിശേഷനാണ്. ഭയങ്കര കട്ടിയേറിയ കറുത്ത മേഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്നെ ഹമാരി ദോ തീൻ കിതാബെ നികാലി. എത്ര പുസ്തകങ്ങളാണ്? ദോ തീൻ, 2-3 പുസ്തകങ്ങൾ. ഉസ്കെ മജ്ബൂത് ഹാത്തോं का स्पर्श अनुभव करते ही मैं कांपसा गया. മജ്ബൂത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കൈകൾ. മജ്ബൂത് ഹാത്തോ, സ്ട്രോങ് ആയിട്ടുള്ള ബലമുള്ള കൈകൾ. ബാത്ചീത് ലിഖേ.
अपरिचित व्यक्ति के जाते ही छोटू ने दरवाजा बंद करके उस पर ताला लगा दिया. इस प्रसंग पर छोटू और लेखक के बीच की बातचीत लिखे. ആ ആള് പുറത്ത് പോയ പാടെ തന്നെ ചോട്ടു പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. അതിനുശേഷം അവർ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സംഭാഷണം എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ എഴുതണം. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ലേഖക് ചോട്ടുവിനോട് പറയാണ്, ചോട്ടു അബ് ഡർ ഖതം ഹോ ഗയാ. ഇനി പേടിക്കാനൊന്നുമില്ല. അപ്പൊ ചോട്ടു എന്താ പറയാ? ജി ബാബുജി അല്ലെങ്കിൽ ജി സർ. എന്താണോ ചോട്ടു വിളിക്കുന്നത്, മുझे बहुत डर लग रहा था. എനിക്ക് വളരെയധികം പേടി തോന്നുന്നുണ്ടായിരുന്നു. ലേഖക് ഹാ ലേക്കിൻ ആഖിർ में उसका व्यवहार बदल गया. അവസാനം അയാളുടെ സ്വഭാവം, അയാളുടെ രീതിയൊക്കെ മാറിയല്ലോ. ചോട്ടു पहले वह बहुत गुस्से में था. ആദ്യം അയാൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. फिर आपके पैर दबाने लगा. അതിനുശേഷം നിങ്ങളുടെ കാലൊക്കെ തടവാൻ തുടങ്ങി. ലേഖക് शायद उसे अपनी गलती का एहसास हो गया था. ചിലപ്പോൾ അയാൾക്ക് അയാളുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ടാവും. ചോട്ടു ബാബുജി അബ് ഹം ആരാം സെ സോ സക്തേ ഹേ. ഇനി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ലേഖക് ഹാ ചോട്ടു കൽ സുബഹ ഫിർ യാത്ര ശുരു കരേംഗെ. നാളെ രാവിലെ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അടുത്തതായി മൻ പസന്ദ് പ്രസംഗ് യാത്രാനുഭവ് സെ ചുനെ. ഈ യാത്രാനുഭവത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം ചൂസ് ചെയ്തതിനു ശേഷം ഉസ് പ്രസംഗ് പർ പഠ് കഥാ കാ ഏക് ദൃശ്യ ലിഖേ ഓർ അഭിനയ് കരേ. അതിന്റെ ഒരു തിരക്കഥ എഴുതി നിങ്ങൾ ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കണം. അപ്പൊ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അനുബന്ധ കാര്യ അപ്നി കിസി യാത്രാ കാ വിവരൺ ലിഖേ. നിങ്ങൾ നടത്തിയിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു യാത്രാ വിവരണം എഴുതുക. ക്ലാസ് മേ സബ്കെ വിവരണോ കോ ജോഡ്കർ യാത്രാവൃത്ത സങ്കലൻ പ്രകാശിത് കരേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളെല്ലാം ചേർത്തിട്ട് കലക്ഷൻ ഉണ്ടാക്കുക. എന്നിട്ട് അത് പ്രകാശിത് കരേ, അത് നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. ഈ ചാപ്റ്ററിന്റെ വാക്കുകളുടെ മീനിങ് ഒക്കെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഡൗട്ടുള്ള വാക്കുകളൊക്കെ നോക്കുക. അപ്പോ ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. അടുത്ത ചാപ്റ്ററുമായി ഞാൻ പെട്ടെന്ന് വരുന്നതാണ്. അതുവരെ ബൈ.